മനസ്സിൽ എരിഞ്ഞു നിൽക്കുന്ന ദീപമാണ് KM മാണി. ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 7 വയസ്സുള്ളപ്പോൾ സാറിനെ കണ്ട നിമിഷം മുതൽ സാറിന്റെ അവസാന ശ്വാസം സ്വർഗീയ മധ്യസ്ഥതയിലേക്കുള്ള യാത്ര, മലയോര മേഖലയുടെയും കേരള കോൺഗ്രസിന്റെയും എല്ലാം ചരിത്രം ഒരു വർഗ സിദ്ധാന്തത്തെ രൂപപ്പെടുത്തി. അങ്ങനെയാണല്ലോ അധ്വാന വർഗമെന്ന ഒരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നതിന്റെ പ്രസക്തി കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളാണ്. അതിന്റെ പ്രസക്തി അല്പമെങ്കിലും കുറഞ്ഞെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുള്ള ബോധ്യമാണ്. അതിന്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മലയോര മേഖലയുടെയും കാർഷിക മേഖലയുടെയും ചരിത്രത്തിൽ തങ്കലിപികളിൽ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട പേരാണ് മാണി സാറിൻ്റെതെന്ന് ഇവിടെ ഇന്ന് സംസാരിച്ചപ്പോൾ നിയമസഭാ സ്പീക്കർ സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും ജീവിതത്തിന്റെയും നേർരേഖ കേരള പൊതുസമൂഹം അംഗീകരിച്ചു. രാഷ്ട്രീയ എതിരാളികൾ പോലും സാറിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും എതിർത്തിരുന്നില്ല എന്നുള്ളത് ഒരു കാലഘട്ടം തെളിയിച്ചൊരു സത്യമായി നിഴലിക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ പ്രസക്തി ഇനിയും ഏറെ വർദ്ധിക്കാറുണ്ട്. അശരണരെ മാറ്റി നിർത്താൻ പാടില്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കണം. എക്കാലത്തും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുമ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം ചേരുമ്പോൾ സാർ തരുന്ന ആദ്യത്തെ ഉപദേശം അശരണർക്ക് ആശ്വാസമാക്കണം അധികാരം. അവരുടെ കാര്യം നോക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ റെക്കമെൻഡേഷൻ ഉണ്ടായെന്ന് വരില്ല, അവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ആളുണ്ടായെന്ന് വരില്ല. നിങ്ങളുടെ ഒരു ഭാഗം എപ്പോഴും അവരെ കൃത്യമായി സൂക്ഷിക്കാൻ ഇടം കൊടുക്കുന്നതായിരിക്കണമെന്ന് സാറ് പറഞ്ഞ വാക്കുകൾ MLA-മാരായി അന്ന് കൂടിയവരായിരുന്നു എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് കാരുണ്യം. അതാണ് ഇവിടെ സൂചിപ്പിച്ച ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ചരിത്രത്തിൽ തന്നെ കാരുണ്യ സഹായനിധി ഒരു വലിയ അനുഭവമായിരുന്നു കേരളത്തിൽ. പാവപ്പെട്ടവന് ഒരു ഹൃദ്രോഗം ഉണ്ടായാൽ, ഒരു ക്യാൻസർ വന്നാൽ, ലിവർ പേഷ്യന്റ് ആയാൽ പിന്നെ ദിനമെണ്ണി കാത്തിരിക്കുക മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ എന്നൊരു സമൂഹത്തിൽ ബന്ധപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ അവന്റെ കാര്യം നോക്കാൻ ഗവൺമെന്റ് ഉണ്ടെന്നൊരു ബോധ്യം, ബഡ്ജറ്റിന് വെളിയിൽ ലോട്ടറിയിലൂടെ സമ്പാദിക്കുന്ന തുക നൽകി കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളതിൽ കൂടുതൽ ഒരു സഹായ പദ്ധതി വേറെ ഏതാ കേരളത്തിൽ രൂപപ്പെടാൻ കഴിയുന്നത്. മന്ത്രി എന്ന നിലയിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഗവർണർ സ്പീച്ചാണ് നടക്കുന്നത്. അറിയാം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ ഓരോ വകുപ്പുകളും അവരുടെ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകൾ അല്ലെങ്കിൽ പോളിസി ഡിസിഷൻ എടുക്കേണ്ട മാറ്റങ്ങൾ എഴുതി കൊടുക്കും. ഞാൻ എഴുതി കൊടുത്തത് KM മാണി സാറിന്റെ പേരിൽ ഒരു പദ്ധതി കേരളത്തിലുണ്ടാകണം, മൈക്രോ ഇറിഗേഷൻ പ്രോജക്ട്. ആ പദ്ധതി ആദ്യ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം നിയമസഭയില് ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. KM മാണി ഊർജിത കാർഷിക ജലസേചന പദ്ധതിക്കുള്ള അംഗീകാരമാണ് ആദ്യമായി ഞാൻ ഒപ്പിട്ട രേഖയെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുക. മാണി സാറിന്റെ രാഷ്ട്രീയ ജീവിതം പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കപ്പെടുകയാണ്. കാർഷിക മേഖലയിൽ അത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇടകൊടുക്കും. ഈ 1-2 വർഷക്കാലം കൊണ്ട് അത് കുറേക്കൂടി വിപുലീകരിക്കപ്പെടും. വരുകാല ഭാവിയിൽ എന്നും ഏത് ഗവൺമെന്റുകൾ മാറി മാറി വന്നാലും ഇങ്ങനെ ഒരു ലിഖിതമായ ഒരു രൂപവും ശീലവും ഇതിന്റെ പേരിൽ നിലനിൽക്കും. കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കണം. ഞാൻ വാക്ക് സ്വീകരിക്കുന്നത് കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ഇന്നിവിടെ സൂചിപ്പിച്ചു KM മാണിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. KM മാണി എന്ന പേര് ഉപയോഗിക്കാൻ കേരള കോൺഗ്രസ് ആധികാരികതയും അതിന്റെ സർവ്വ സ്വാതന്ത്ര്യമുള്ള ആ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന, ഒരു കാലത്ത് വിസ്മരിക്കപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ കൈകളിലായിരിക്കണം ഈ പാർട്ടി എന്നുള്ളത് കൊണ്ട് KM മാണിയുടെ ചെയർമാൻ എന്നുള്ള പദം KM മാണി സാറിന് തുല്യമായി എഴുതി ചേർത്ത് കേരളത്തിൽ പോകാൻ നമുക്ക് സാധിക്കാറുണ്ട്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലമാണ് ഞങ്ങളെല്ലാം എത്തുന്നത്. ഇപ്പോൾ എന്താ ചർച്ച? സമീപകാലത്ത് എന്തെല്ലാം വിഷയങ്ങൾ ഞാൻ ആണയിട്ട് പറയുന്നു. കേരള കോൺഗ്രസിന്റെ കാലഘട്ടത്തോട് വന്ന വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും പരിമിതികളും എല്ലാം നമുക്കറിയാം. KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പിളർപ്പിന്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് കേരളത്തിൽ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാണുക. ഇവിടെ പറഞ്ഞല്ലോ, സ്വാമിജി പറഞ്ഞപ്പോൾ പോലും പറഞ്ഞ് ശ്രദ്ധിച്ചു, ഡിവിഷനാണ് കേരള കോൺഗ്രസിനെ കൊണ്ടുവരുന്നത്. കാലാകാലം ഡിവിഷൻസ്
ആ ഡിവിഷൻസിന്റെ കാലഘട്ടം തോന്നുന്നു. കളിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക്, നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് ബഹുമാന്യ നമ്മുടെ നേതാവിന്റെ മനസ്സിലെ നമ്മുടെ തീക്ഷ്ണമായ ചിന്തകളാണെന്നുള്ള ഓർമ്മയിൽ ഈ പാട്ട് മുന്നോട്ട് പോവുകയാണ്. ഊർജിതമായ ശക്തി പകരുകയാണ്. ആ ഓർമ്മകളോട് നമുക്ക് ഈ പാർട്ടിയെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്